പൂർവ്വ വിദ്യാർത്ഥികളുടെ മാതൃകയായ പഠന പ്രോത്സാഹനം വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ പഠന നിലവാരമുയർത്താൻ പദ്ധതി തയ്യാറാക്കി. 1983-84 ചിറ്റിലംശ്ശേരി MNKM ഹൈസ്കൂൾ 10ാം തരം വിദ്യാർത്ഥികളായ 30 പേർ 2014 സ്കൂളിൽ ഒത്തുചേരുന്നു. ആ ഒത്തുകൂടൽ വെറുമൊരു ചടങ്ങായി മാറ്റാതെ പുതുതലമുറയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുകയും എല്ലാ വർഷവും തങ്ങൾക്കാകാവുന്ന തരത്തിൽ SSLC ഉന്നത വിജയികളായ പ്രത്യേക പരിഗണന അർഹിക്കുന്ന 5 കുട്ടികൾക്ക് 10,000 രൂപയും ഫലകവും സമ്മാനമായി നൽകുവാനും തീരുമാനിച്ചു. ബാച്ചിലുള്ള 4 പേർ ജീവിതത്തിൽ നിന്നും വിട പറഞ്ഞുവെങ്കിലും മറ്റ് 26 പേരുടെ കൂട്ടായ്മ എല്ലാ വർഷവും സ്കൂൾ അധികാരികൾ തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് സഹായം നൽകി വരുന്നു. വളരെയധികം സന്തോഷമുണ്ട്. ഇങ്ങനെയുള്ള പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മകൾ നമ്മുടെ ഏറ്റവും പുതിയ തലമുറയെ ചേർത്ത് പിടിക്കുന്നതിലുള്ള സന്തോഷം ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ 83-84 ബാച്ച് വർഷങ്ങളായി കൊടുത്തു വരികയാണ്. അപ്പോൾ അതിൻ്റെ ഞങ്ങളൊരു പ്രത്യേക കമ്മിറ്റി തന്നെ രൂപീകരിച്ചിട്ട് ഡിസർവിംഗ് ആയ കുട്ടികളെ തിരഞ്ഞെടുത്തിട്ട് അവരെ അറിയിക്കുകയാണ് പതിവ്. അപ്പോൾ ഈ ഒരു സ്നേഹത്തിനും ചേർത്ത് പിടിക്കലിനും സ്കൂളിൻ്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. ഈ വർഷവും SSLC വിജയികളായ താനിയ, ആദിത്യൻ, കൃഷ്ണ രാജേഷ്, ഷഹാന, സനൂഷ എന്നീ കുട്ടികൾക്ക് അവരുടെ വീടുകളിൽ ചെന്ന് അവാർഡ് കൈമാറി. ബാച്ചംഗങ്ങളായ R. ശാന്തകുമാരൻ, TS വിജയകുമാർ, കൃഷ്ണദാസ് CV, മനോജ്, അജിത്, വേണുഗോപാൽ എന്നിവരും സ്കൂൾ അധ്യാപകരായ മഹീന്ദർ, ഹക്കീം, ജ്യോതി, രതീഷ്, സംഗീത, റെംലത്ത് എന്നിവരും അനുഗമിച്ചു. സ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിനും പ്രസ്തുത ബാച്ച് നല്ല പിന്തുണ നൽകിയിരുന്നു. സാധാരണ സാമൂഹ്യ മാധ്യമങ്ങളും വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സ്കൂളിലെ ബാച്ചിൽ അങ്ങനെ പലതും എല്ലാ സ്കൂളുകളിലും സംഭവിക്കാറുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായി വെറുതെ രാഷ്ട്രീയവും മതവും പറഞ്ഞ് കലഹിക്കുന്നതിന് പകരം ഒരു സാമൂഹ്യ പ്രതിബദ്ധത, സ്കൂളിനോടുള്ളൊരു പ്രതിബദ്ധത എന്നുള്ള രീതിയിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാണിത്. അതിന് ഞാൻ എൻ്റെ സഹപാഠികളോട് നന്ദി പറയുന്നു. ഒപ്പം തന്നെ സ്കൂൾ അധ്യാപകരും ഇവിടെ കൂടിയിട്ടുള്ള അധ്യാപകരാണ് എല്ലാ വർഷവും ഞങ്ങൾ കാണാറുള്ളത്. അവർ വളരെ നിശിതമായ ചില മാനദണ്ഡങ്ങൾ വെച്ച് വിദ്യാഭ്യാസ യോഗ്യതയും പരീക്ഷയിലെ മാർക്കും പുറമെ സാമ്പത്തികമായിട്ടുള്ള അവരുടെ പരിതസ്ഥിതിയും പരിഗണിച്ചിട്ടാണ് ഇങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.